നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് വിഷപ്പച്ച എന്ന ചെടിയെക്കുറിച്ചാണ്. വിഷപ്പച്ച എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ഒറ്റവർഷ സസ്യം നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കൃഷിയിടങ്ങളിലും വളരുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്ന്. പൊന്നി നിറത്തിലുള്ള ചെറുതും ഇറുകിയതുമായ ഇലകളും മൃദുവായ പച്ചത്തണ്ടുകളും ചുവന്ന പൂക്കളുമാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. വരണ്ട കാലാവസ്ഥയിലും നിലം പിടിച്ച് വളരാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഈ ചെടിക്ക് ആയുർവേദം, സിദ്ധ, യുനാനി എന്നീ ചികിത്സാരീതികളിൽ വലിയ പ്രാധാന്യമുണ്ട്. വിഷപ്പച്ചയുടെ ഇലകൾ, തണ്ടുകൾ, വേരുകൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ജോണ്ടിസ്, പിത്തദോഷം, ചർമ്മരോഗങ്ങൾ, മൂത്രക്കുരുക്കൾ തുടങ്ങിയവയ്ക്കും ഇതിൻ്റെ കഷായം ഉപയോഗിക്കുന്നു. രക്തശുദ്ധിയിലും ദഹനത്തിലും ഏറെ സഹായമായതുകൊണ്ട് നാടൻ ചികിത്സയിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. പരിസ്ഥിതിയുമായി സൗഹൃദപൂർവമായ ഈ ചെടി മണ്ണൊലിപ്പ് തടയാനും ജൈവ കൃഷിയിലും പ്രധാന പങ്ക് വഹിക്കുന്നു. മണ്ണിൻ്റെ താപനില നിയന്ത്രിക്കുകയും അതിൻ്റെ പോഷകത്വം നിലനിർത്തുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിനാൽ തന്നെ കൃഷിക്കിടയിലെ തെറിച്ചെടി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. നന്ദി.